ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതം കൊടുത്ത് നിരന്തരമായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അത് ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ച് നിന്ന് പ്രതിഷേധിച്ചത്. അവരാ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അത് അതിശയമാണ്. സംഗീത അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്താ കാര്യം? അതെ, പാട്ട് എല്ലാ സിനിമയ്ക്കൊന്നുമില്ല. ചില കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത്. കൊമേഴ്ഷ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ. ഞാൻ എടുക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സിനിമയുടെ എസെൻഷ്യൽസ് എടുത്തു കഴിഞ്ഞാൽ അവരാരും ഇതിനകത്തില്ല. അവർ അഭിപ്രായം പറഞ്ഞോട്ടെ. അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ. അവർക്ക് മനസ്സിലാവാത്ത ഒരു ആളെണിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ? ഇന്നലെ ടെലിവിഷനിലെല്ലാം എല്ലാവരുടെ പടമില്ലേ? നല്ല പബ്ലിസിറ്റി അല്ലേ? അത് കൂടുതൽ എന്താ വേണ്ടത്? പുതിയ സിനിമ എടുക്കുന്നവർക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കുമോ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഗവൺമെൻറ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അതിന് തയ്യാറാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. ആര് പറഞ്ഞങ്ങനെ? അങ്ങനെ കണ്ടു മാത്രമല്ല, അവർക്കെല്ലാം പരാതികളുമുണ്ട്. ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരെടുത്ത പടങ്ങൾ. അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം. എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ്. അവർ യാതൊരു നിബന്ധനകളും ഇല്ലാതാണ് കൊടുക്കുന്നത്. അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട. നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക്. അതും 18% ഇൻട്രസ്റ്റിൽ. അന്ന് അങ്ങനെയാണ് പടം എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നമ്മുടെ വസ്തുവും ഇതെല്ലാം ജപ്തി കൊണ്ടുപോകും. ആ കണക്കിലാണ് പണം കിട്ടുന്നത്. അല്ലാതെ വേറൊരു സോഴ്സിൽ നിന്ന് പണം കിട്ടത്തില്ല. ഇവിടെ ഇത് ഗവൺമെൻറ് വളരെ ജനറസായിട്ട് പിന്നെ സ്ത്രീകൾക്കും പിന്നെ സ്ത്രീകളുടെ സംവിധായകർക്ക് വളരെ കുറവാണ് കേരളത്തിൽ. അത് ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു. 1-2 പേരുണ്ട്, അവർ നല്ല ഡയറക്ടേഴ്സാണ്, നല്ല ഫിലിം മേക്കേഴ്സാണ്. അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അതിശയമാണ്. അങ്ങനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിൽ. കേസെടുക്കണമെന്ന ആവശ്യവുമായി ഒരു സിനിമ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട്. എടുത്തോട്ടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സാർ പറഞ്ഞത് ജെന്യൂൻ ആയിട്ടുള്ളൊരു സെൻസിലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 2 വിഭാഗങ്ങളുണ്ട്. ഈ പരാതിയായിട്ട് എല്ലാവരും വരുന്നത് ഇല്ല. അവര് നമ്മുടെ പരക്കെയുള്ള വിജ്ഞാനക്കുറവ് കൊണ്ടാണ്, ഈ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻഡഡ് ആവുന്നത്. അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര തെറ്റല്ലേ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അവർ നല്ല സിനിമ എടുക്കും അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പലരും വിവരമില്ലാത്ത ആളുകൾക്ക് പലരും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാണ് ചെയ്യുന്നത്. MJ രാധാകൃഷ്ണൻ്റെ കൂട്ടൊരു ക്യാമറമാൻ, അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് സിനിമ എടുത്തവർക്ക് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത്. മറ്റവരൊക്കെ ഇത് ഇവിടെ ജെളിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ, ഞാൻ ഡയറക്ടറാന്ന് പറഞ്ഞിട്ട്. പക്ഷേ പടം ചെയ്തിരിക്കുന്നത് MJ രാധാകൃഷ്ണനാണ്. അത് നമ്മൾ അറിയത്തില്ല. പടം കണ്ടുകൊണ്ടിരിക്കുന്നവരെ അറിയത്തില്ല, നമ്മളുമായി അറിയുന്നില്ല. അതെ, അങ്ങനെ തോന്നിക്കാണാം. നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ?